നമ്മുടെ രാജ്യം ഇപ്പോൾ ഇലക്ഷൻ ചൂടിലാണല്ലോ. കേരളം, തമിഴ്നാട്, ബംഗാൾ, ആസാം തുടങ്ങി പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെല്ലാം നിയമസഭാ പൊതുതിരഞ്ഞെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നമ്മുടെ കേരളത്തിലെ വോട്ടെടുപ്പ് ഏപ്രിൽ 9-ാം തീയതിയോടെ, അതായത് ഒന്നാം ഘട്ടത്തിൽ തന്നെ ഭംഗിയായി പൂർത്തിയായിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, വോട്ട് ചെയ്ത് കഴിഞ്ഞുവെങ്കിലും റിസൾട്ട് അറിയാൻ നമ്മൾ കുറച്ചധികം കാത്തിരിക്കേണ്ടി വരും. ഏതാണ്ട് ഒരു മാസത്തെ കാത്തിരിപ്പാണ് നമുക്ക് മുന്നിലുള്ളത്. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും വോട്ടെണ്ണൽ നടക്കുന്നത് മെയ് 4-ാം തീയതിയാണ്. ഏപ്രിൽ 29-നാണ് അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഫലപ്രഖ്യാപനം ഇത്രയും നീണ്ടുപോകുന്നത്. സാധാരണ ഇലക്ഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മളെല്ലാവരും ടിവിക്ക് മുന്നിലിരിക്കും, എക്സിറ്റ് പോൾ വരുന്നത് നോക്കാൻ. രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളുമെല്ലാം വോട്ടർമാരുടെ ട്രെൻഡ് അറിയാൻ ഈ സർവേകളെയാണ് ആശ്രയിക്കാറുള്ളത്. എന്നാൽ ഇത്തവണ ഇലക്ഷൻ കമ്മീഷൻ ഒരു കടുത്ത തീരുമാനം എടുത്തിട്ടുണ്ട്. അവസാനഘട്ട വോട്ടെടുപ്പ് കഴിയുന്ന ഏപ്രിൽ 29 വരെ ഒരു തരത്തിലുള്ള എക്സിറ്റ് പോൾ സർവേകളും പുറത്തുവിടാൻ പാടില്ലെന്ന് കമ്മീഷൻ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് അതുവരെ നമുക്ക് കുറച്ച് സസ്പെൻസ് ബാക്കിയാണ്. ഇനി കേരളത്തിന്റെ കാര്യം നോക്കാം. ഇലക്ഷന് തൊട്ട് തലേന്ന് വരെ ഒരുപാട് പ്രീ പോൾ സർവേകൾ വന്നിരുന്നു. അതിൽ രസകരമായ ഒരു കാര്യമുണ്ട്. ദേശീയ ഏജൻസികളും ചില നിഷ്പക്ഷ മാധ്യമങ്ങളും നടത്തിയ സർവേകളിൽ UDFന് കൃത്യമായ ഒരു മുൻതൂക്കം പ്രവചിച്ചിരുന്നു. എന്നാൽ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളുടെ കാര്യമെടുത്താൽ ഭൂരിഭാഗവും LDFന് അനുകൂലമായ ഫലങ്ങളാണ് നൽകിയത്. മാതൃഭൂമി, റിപ്പോർട്ടർ, ബിഗ് TV, ന്യൂസ് മലയാളം 24/7 എന്നിവരെല്ലാം LDFന് ഭരണ തുടർച്ച ലഭിക്കുമെന്നാണ് പ്രവചിച്ചത്. അതേസമയം കേരളത്തിലെ മാധ്യമങ്ങളിൽ മനോരമ മാത്രമാണ് UDFന് നേരിയൊരു മേൽക്കൈ പ്രവചിച്ചത്. വോട്ടെടുപ്പ് കഴിഞ്ഞ് ഏകദേശം 48 മണിക്കൂർ പിന്നിട്ടപ്പോൾ രാഷ്ട്രീയ മുന്നണികൾ അവരുടെ വിലയിരുത്തലുകൾ പങ്കുവച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും വലിയ ആവേശം കാണുന്നത് UDF ക്യാമ്പുകളിലാണ്. വലിയൊരു വിജയം അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. മറുഭാഗത്ത് LDF ക്യാമ്പുകൾ പറയുന്നത് അവർ ഭരണം നിലനിർത്തുമെന്നാണ്. എങ്കിലും തങ്ങളുടെ സീറ്റുകളുടെ എണ്ണത്തിൽ വലിയൊരു ഇടിവുണ്ടാകുമെന്ന് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത. ഏതാണ്ട് 75 സീറ്റുകൾ നേടി അധികാരത്തിൽ തിരിച്ചെത്തുമെന്നാണ് CPM ഉൾപ്പെടെയുള്ള ഇടതു പാർട്ടികൾ അവകാശപ്പെടുന്നത്. എന്നാൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ള UDF നേതാക്കൾ പറയുന്നത് വളരെ കോൺഫിഡന്റ് ആയിട്ടാണ്. കേവലം ഭൂരിപക്ഷം മാത്രമല്ല, 85 മുതൽ 100 സീറ്റുകൾ വരെ നേടി ആധികാരികമായ ഭൂരിപക്ഷത്തോടെ UDF അധികാരത്തിൽ വരുമെന്നാണ് അവരുടെ ഉറച്ച വിശ്വാസം. LDF ക്യാമ്പിൽ ഒരു വല്ലാത്ത ആത്മവിശ്വാസക്കുറവും അതേസമയം UDF ക്യാമ്പിൽ ഒരു അമിത ആത്മവിശ്വാസവും ഇപ്പോൾ പ്രകടമാണ്. എന്തുകൊണ്ടായിരിക്കും മുന്നണികൾക്കിടയിൽ ഇങ്ങനെയൊരു മാറ്റം? ഇതിന്റെ പിന്നിലെ ചേതോവികാരം എന്താണെന്ന് ചോദിച്ചാൽ ഉത്തരം വളരെ സിമ്പിളാണ്. നമുക്കറിയാം, വോട്ടെടുപ്പ് കഴിഞ്ഞ വെറും 24 മണിക്കൂറിനുള്ളിൽ തന്നെ ദേശീയ ഏജൻസികളും പ്രമുഖ മാധ്യമങ്ങളുമെല്ലാം തങ്ങളുടെ എക്സിറ്റ് പോൾ സർവേകൾ പൂർത്തിയാക്കി കഴിഞ്ഞു. വോട്ടർമാരുടെ പ്രതികരണങ്ങൾ അവർ ശേഖരിച്ചു, കൃത്യമായി ക്രോഡീകരിച്ച് ഫലങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ നിലവിലുള്ള നിയമപരമായ നിരോധനം കാരണം ഏപ്രിൽ 29-ന് ശേഷമേ ഈ ഫലങ്ങൾ ഔദ്യോഗികമായി പുറത്തുവിടാൻ അവർക്ക് സാധിക്കൂ. ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ലെങ്കിലും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്കും അവരുടെ നേതാക്കൾക്കും ഈ മാധ്യമ തലവന്മാരുമായും സർവേ ഏജൻസികളുമായുമൊക്കെ അടുത്ത ബന്ധമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഏകദേശം എന്താണെന്ന് ഇവർ നേരത്തെ തന്നെ മണത്തറിഞ്ഞു കഴിഞ്ഞു. UDF നേതാക്കൾ പറയുന്നത് 85 മുതൽ 100 സീറ്റുകൾ വരെ നേടി തങ്ങൾ അധികാരത്തിൽ വരുമെന്നാണ് അവരുടെ ഉറച്ച വിശ്വാസമെന്നാണ്. ഈ അമിത ആത്മവിശ്വാസത്തിന് പിന്നിൽ ഈ സർവേ ഫലങ്ങൾ നൽകുന്ന പോസിറ്റീവ് സൂചനകൾ തന്നെയാണെന്ന് വ്യക്തം. എന്നാൽ മറുഭാഗത്ത് CPMന്റെ അവസ്ഥയോ? വെറും 75 സീറ്റുകൾ വരെ നേടി അധികാരം നിലനിർത്തും എന്നൊരു അവകാശവാദം അവർ ഉയർത്തുന്നുണ്ടെങ്കിലും അതൊരു തടി തപ്പാനുള്ള പരിപാടിയാണെന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം ഈ സർവേ ഫലങ്ങൾ അവർക്ക് നൽകിയിരിക്കുന്നത് വലിയ നിരാശയാണ്. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും മുഖ്യമന്ത്രി പിണറായി വിജയനുമൊക്കെ വേദിയിൽ 75-ഉം 90-ഉമൊക്കെ സീറ്റുകളുടെ കണക്കുകൾ നിരത്തുന്നുണ്ടെങ്കിലും പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള കീഴ്ഘടകങ്ങളിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അത്ര സുഖകരമല്ല. അവരുടെ ആന്തരിക കണക്കുകൾ പ്രകാരം പരമാവധി 60 സീറ്റുകൾ മാത്രമേ നേടാൻ കഴിയൂ എന്നൊരാശങ്ക പാർട്ടിക്കുള്ളിലുണ്ട്. ഏറ്റവും കൗതുകകരമായ കാര്യം എന്താണെന്നോ? ചില മണ്ഡലങ്ങളിൽ UDF പോലും പ്രതീക്ഷിക്കാത്ത വിജയമാണ് CPM പ്രവചിക്കുന്നത്. ഉദാഹരണത്തിന് കണ്ണൂരിലെ അഴീക്കോട്, ആലപ്പുഴയിലെ അമ്പലപ്പുഴ എന്നീ മണ്ഡലങ്ങൾ എടുത്തു നോക്കൂ. ഇവിടെയൊക്കെ UDF സ്ഥാനാർത്ഥികൾക്ക് അവരുടെ കണക്കുകൂട്ടലുകൾക്കും അപ്പുറത്തുള്ള വലിയൊരു ഭൂരിപക്ഷവും മേൽക്കൈയും ഉണ്ടാകുമെന്ന് CPM തന്നെ ഇപ്പോൾ രഹസ്യമായി സമ്മതിക്കുന്നുണ്ട്.
ചുരുക്കത്തിൽ എക്സിറ്റ് പോളുകളെ അടിസ്ഥാനമാക്കി നമ്മളൊന്ന് വിലയിരുത്തിയാൽ UDFന് കൃത്യമായ ഒരു മേൽക്കൈ സർവേകളിൽ ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ അന്വേഷണത്തിലും വ്യക്തമാകുന്നത്. പ്രത്യേകിച്ച് മലബാർ ബെൽറ്റിലും മധ്യ കേരളത്തിലും UDF വ്യക്തമായ ലീഡ് നിലനിർത്തുമെന്ന ഉറച്ച കണക്കുകളാണ് ഇപ്പോൾ UDF കേന്ദ്രങ്ങളിൽ നിന്ന് പുറത്തുവരുന്നത്. ബൂത്ത് തലത്തിലുള്ള കൃത്യമായ കണക്കുകൾ ക്രോഡീകരിച്ച് ഒരു ഏകദേശ രൂപം പുറത്തുവിടാനുള്ള അത്ര വലിയ സംവിധാനമൊന്നും UDFലെ പ്രധാന കക്ഷിയായ കോൺഗ്രസിന് പോലുമില്ല. പക്ഷേ എന്നിട്ടും ഓരോ ജില്ലയിലും ഇത്ര സീറ്റുകൾ നേടുമെന്ന് അവർ ആധികാരികമായി പറയുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലെ പ്രധാന ആയുധം ഈ എക്സിറ്റ് പോളുകൾ തന്നെയാണ്. മലബാർ മേഖലയിൽ ഇത്തവണ UDFന് മിന്നും പ്രകടനം ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വയനാട്, കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ ഏതാണ്ട് ഭൂരിഭാഗം സീറ്റുകളും UDF തൂത്തുവാരുമത്രേ. ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന കണക്ക് വരുന്നത് കോഴിക്കോട് ജില്ലയിൽ നിന്നാണ്. കോഴിക്കോട് ജില്ലയിലെ 13 സീറ്റുകളിൽ 9 മുതൽ 10 വരെ സീറ്റുകൾ UDF പിടിക്കുമെന്നാണ് പ്രവചനം. LDF കോട്ടയായ കണ്ണൂരിൽ പോലും 9-ൽ 5 മുതൽ 6 സീറ്റുകൾ വരെ നേടി UDF ആധിപത്യമുറപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. പാലക്കാട് ജില്ലയിൽ LDFന് മുൻതൂക്കം ഉണ്ടെങ്കിലും UDF തങ്ങളുടെ സീറ്റ് നില വർദ്ധിപ്പിക്കുമെന്നാണ് കരുതുന്നത്. നിലവിലെ 2 സീറ്റുകളിൽ നിന്ന് അത് 4ലേക്ക് ഉയരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ തൃശൂരിന്റെ കാര്യം. 2016-ൽ വടക്കാഞ്ചേരിയും 2021-ൽ ചാലക്കുടിയും മാത്രമായിരുന്നു UDFന് തുണയായത്. എന്നാൽ ഇത്തവണ അവിടെ 4 മുതൽ 5 സീറ്റുകൾ വരെ നേടി വലിയൊരു മുന്നേറ്റം UDF കാഴ്ചവെക്കുമെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങളിലെ സംസാരം. എറണാകുളം ജില്ല UDF പാളയത്തിലേക്ക് പൂർണ്ണമായും ചായുന്ന കാഴ്ചയാണ് എക്സിറ്റ് പോളുകളിൽ. കോട്ടയം 9 സീറ്റുകളിൽ 7 എണ്ണം വരെ UDF നേടുമെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇടുക്കിയും പത്തനംതിട്ടയും ഇവിടെ ഓരോ സീറ്റുകൾ മാത്രമായിരിക്കും UDFന് നഷ്ടപ്പെടാൻ സാധ്യതയുള്ളത്. ആലപ്പുഴയിൽ കഴിഞ്ഞ തവണ വെറും 1 സീറ്റിൽ ഒതുങ്ങിയ UDF ഇത്തവണ 5 സീറ്റുകൾ വരെ പിടിച്ച് കരുത്ത് തെളിയിക്കുമെന്നും കരുതപ്പെടുന്നു. കോഴിക്കോട് കഴിഞ്ഞാൽ UDF ഏറ്റവും വലിയ സർപ്രൈസ് കാത്തുവച്ചിരിക്കുന്നത് കൊല്ലത്താണ്. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ ആ മേൽക്കൈ നിയമസഭയിലും ആവർത്തിക്കുമെന്നാണ് പ്രവചനം. CPI, CPM, കേരള കോൺഗ്രസ് B തുടങ്ങിയ കക്ഷികളിലെ മന്ത്രിമാർ പോലും കൊല്ലത്ത് പരാജയപ്പെട്ടേക്കാമെന്ന ഗൗരവകരമായ സൂചനകളാണ് പുറത്തുവരുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ തവണ കോവളം മാത്രമായിരുന്നു UDFന്റെ ആശ്വാസം. എന്നാൽ ഇത്തവണ അത് 3 അല്ലെങ്കിൽ 4 സീറ്റുകളായി ഉയരുമെന്നാണ് എക്സിറ്റ് പോളുകൾ പറയുന്നത്. വട്ടിയൂർക്കാവിൽ നിന്ന് K മുരളീധരനും തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് CP ജോണും വിജയിക്കുമെന്ന വാർത്തകൾ UDF അണികളിൽ വലിയ ആവേശമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പലരും ചോദിക്കാറുണ്ട്, എക്സിറ്റ് പോളുകൾ എപ്പോഴും ശരിയാകണമെന്നുണ്ടോ എന്ന്. ശരിയാണ്, കേരളത്തിൽ പലപ്പോഴും പ്രവചനങ്ങൾ തെറ്റിയിട്ടുണ്ട്. പക്ഷേ 2021-ൽ പിണറായി വിജയൻ സർക്കാരിന്റെ തുടർച്ചയും LDF 100-ലധികം സീറ്റുകൾ നേടുമെന്നും ദേശീയ മാധ്യമങ്ങൾ കൃത്യമായി പ്രവചിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുറത്തുവന്ന ഈ റിപ്പോർട്ടുകളെ തള്ളിക്കളയാൻ ഇടതു വലതു മുന്നണികൾ തയ്യാറല്ല. ന്യൂനപക്ഷ ഏകീകരണവും നിലവിലെ സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരവുമാണ് UDFനെ തുണച്ച പ്രധാന ഘടകങ്ങളായി വിലയിരുത്തപ്പെടുന്നത്. എങ്കിലും ഏപ്രിൽ 29-ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ ഔദ്യോഗികമായി പുറത്തുവരുന്നതുവരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. ഈ റിപ്പോർട്ടുകളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ രാഷ്ട്രീയ വിശകലന വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.